ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. ഗോസസ് തിയറത്തിന് 3 ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവാം. കൺസിഡർ an infinitely long straight conductor. ഒരു ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള സ്ട്രെയിറ്റ് കണ്ടക്ടർ, പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ, having a charge density lambda coulomb per meter. Its charge density is lambda coulomb per meter means it contains lambda number of charges in unit length. Unit length la etra number of charges undu idina lambda number of charges undu. We have to find the electric intensity at a point P at a distance r from the straight conductor. ഈ കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് ആണ് P. പിയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി കൺസിഡർ എ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫേസ്. Consider a cylindrical Gaussian surface. നമ്മൾ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തു. അത് ഏത് ഷേപ്പിലുള്ള ക്ലോസ്ഡ് സർഫസ്? സിലിണ്ടറിന്റെ രൂപത്തിലുള്ള ക്ലോസ്ഡ് സർഫസ്. കാരണം ഗോസസ് തിയറം എപ്പോഴും എങ്ങനെയുള്ള സർഫസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ക്ലോസ്ഡ് സർഫസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് അസ്യൂം ചെയ്തു, ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്തു. ഹാവിങ് എ റേഡിയസ് r and length L. ഈ സിലിണ്ടറിന്റെ ലെങ്ത് നമ്മൾ എത്ര എടുത്തു? L എന്ന് എടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് പിയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താ ഗോസസ് തിയറം പറയുന്നത്? ഇന്റഗ്രൽ E ഡോട്ട് ds is equal to Q divided by epsilon 0. ഇന്റഗ്രൽ E ഡോട്ട് ds അതായത് phi is equal to, phi ആണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്റഗ്രൽ E ഡോട്ട് ds. അത് എന്ത് ചെയ്താൽ മതി എന്നാ ഗോസസ് തിയറം പറയുന്നത്? 1 by epsilon 0 times the net charge enclosed by the surface ആയിരിക്കും. ഇന്റഗ്രൽ E ഡോട്ട് ds എന്ന് പറയുന്നത് എന്തായിരിക്കും? Q by epsilon 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിനാണ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ സിലിണ്ടറിന് നോക്കി എത്ര സർഫസ് ഉണ്ട്? 2 എൻഡ് സർഫസ് ഉണ്ട്, അതേപോലെ ഒരു കർവ്ഡ് സർഫസും ഉണ്ട്. ഈ 3 സർഫസിലും നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അത് 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? Q by epsilon 0 കിട്ടും, അല്ലെ? ആദ്യം നമുക്ക് ഈ കർവ്ഡ് സർഫസ് മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദി കർവ്ഡ് സർഫസ് ഓഫ് ദി സിലിണ്ടർ ആൻഡ് ഹിയർ അറൗണ്ട് P if we consider a small area ds എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഏരിയ നമ്മൾ പിക്ക് ചുറ്റും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ഡയറക്ഷൻ ആയിരിക്കും? ഡിഎസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഏരിയയ്ക്ക് വരയ്ക്കുന്ന ഔട്ട്വേർഡ് നോർമലിന്റെ ഡയറക്ഷൻ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡിഎസ്, അല്ലേ? ഇനി ഈ സെന്ററിൽ ഇരിക്കുന്ന ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ സെന്ററിൽ ഇരുന്നാൽ അതിന്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ്. ഇതാണ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, അല്ലെ? ഇങ്ങനെ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റില് ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതായിരിക്കുമല്ലോ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഇന്റൻസിറ്റി. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇയുടെ ഡയറക്ഷനും ഡിഎസിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ, അല്ലെ? അപ്പൊ നമ്മൾ ഗോസസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ E ഡോട്ട് ds നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം.
ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ phi is equal to integral E dot ds. ആ ഇന്റഗ്രൽ E dot ds എന്ന് പറയുന്നത് എന്താ? E ds cos theta. അല്ലേ? That is equal to integral E ds cos theta. എത്രയാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്? E യും ds ഉം ഒരേ ഡിറക്ഷൻ. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? തീറ്റ is equal to 0. So we can write integral E ds cos 0. That is equal to integral E ds. എന്തുകൊണ്ടാ? cos 0 is equal to 1. അല്ലേ? That is equal to E into integral ds. That is equal to E into what is integral ds? ആ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിലെ ചെറിയൊരു ഏരിയ ആണ് ds. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ എന്താ? dsകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. കർവ്ഡ് സർഫേസിൽ കുറേ ഇതുപോലുള്ള dsകൾ ഉണ്ട്. ആ dsകളെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കണം നമുക്ക്. ആ dsകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ. ഈ സിലിണ്ടറിന്റെ റേഡിയസ് r ഉം ലെങ്ത് l ആണെങ്കിൽ what is the curved surface area of the cylinder? 2 pi rl. 2 pi rl. So നമുക്ക് phi അല്ലെങ്കിൽ ഇന്റഗ്രൽ E dot ds നമുക്ക് എത്ര കിട്ടി? E into 2 pi rl. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിച്ചു. ഇനി അതേപോലെ തന്നെ ഈ രണ്ട് എൻഡ് സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം ഇവിടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടെ കർവ്ഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ പടത്തിനോട് നോക്കിയേ, കർവ്ഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കർവ്ഡ് സർഫസിൽ എന്തുള്ളത്? ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. അല്ലെ? നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനിഷനെ പഠിച്ചത് എന്താ? ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ. ആ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു വരുമ്പോൾ വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ ഇവിടെ കർവ്ഡ് സർഫസ്, വളഞ്ഞ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് അവിടെ ഫ്ലക്സ് ഉണ്ട്. പക്ഷെ ഈ പടത്തിൽ നോക്കിയേ, ഈ രണ്ട് എൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി വരുന്നുണ്ടോ? ഇല്ല. ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെയുള്ളൂ, റേഡിയലി ഔട്ട്വേർഡാ. ഈ എൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്കോ അതേപോലെ തന്നെ താഴേക്കോ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇല്ല. അപ്പൊ അവിടെ ഫ്ലക്സ് ഉണ്ടായിരിക്കുമോ? ഇല്ല. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അവിടെ ഫ്ലക്സ് ഉണ്ടോ എന്ന്. അപ്പൊ നമ്മള് ഇവിടെ ഈ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഈ ഏരിയ കൺസിഡർ ചെയ്താല് നമുക്കറിയാം ഇവിടുത്തെ ഏരിയയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ? ഏരിയയ്ക്ക് വരയ്ക്കുന്ന നോർമൽ അല്ലെ? ds-ന്റെ ഡിറക്ഷൻ ഇത്. പക്ഷെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷനോ? റേഡിയലി ഔട്ട്വേർഡ് അല്ലെ? ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ ഇതാ. അങ്ങനെയാണെങ്കിൽ what is the angle between E and ds? 90 ഡിഗ്രി. Eക്കും dsനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ E dot ds എന്ത് വരും നോക്കിയേ. ഇന്റഗ്രൽ E dot ds is equal to ഇന്റഗ്രൽ E ds cos 90. cos 90 എത്ര? 0. So ഇന്റഗ്രൽ E dot ds എന്തായിട്ട് മാറും? 0 അല്ലേ? That means at the end surface the electric flux is equal to 0. അങ്ങനെയാണ് ഈ എൻഡ് സർഫസിൽ എത്ര തന്നെ ആയിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ്? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഇതാ, ഏരിയയ്ക്ക് വരയ്ക്കുന്ന നോർമൽ ഇതാ, ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ ഇതാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ എത്ര ആയിരിക്കും? തീറ്റ എത്ര ആയിരിക്കും? 90 അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെയും ആ എൻഡ് സർഫസിലും ഫ്ലക്സ് എത്ര? 0. അപ്പൊ ഈ എൻഡ് സർഫസിൽ ഫ്ലക്സ് 0, അതേപോലെ താഴത്തെ എൻഡ് സർഫസിലും ഫ്ലക്സ് എത്ര? 0. പക്ഷെ കർവ്ഡ് സർഫസിൽ മാത്രം ഫ്ലക്സ് ഉണ്ട്. എത്രയാ നമുക്ക് ആ ഫ്ലക്സ് കിട്ടിയേ? E into 2 pi rl. നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, ഇന്റഗ്രൽ E dot ds is equal to q by epsilon 0 അല്ലേ? ഈ ഇന്റഗ്രൽ E dot ds നമ്മൾ എത്ര സർഫസിന് അപ്ലൈ ചെയ്തു? 3 സർഫസിന് അപ്ലൈ ചെയ്യുന്നു. 3 ആഡ് ചെയ്യുന്നു. ഒരു കർവ്ഡ് സർഫസ് നമുക്ക് എന്ത് കിട്ടി? E into 2 pi rl plus
end surface ന് എത്ര 0 ഈ end surface ന് എത്ര എന്നാ 0 that is equal to 1 by epsilon 0 into q നമുക്കിനി q എത്രയാണെന്ന് അറിയണം അല്ലേ Gauss's theorem പറയുന്നത് എന്താ net charge total electric flux over a closed surface is 1 by epsilon 0 times the net charge enclosed by the surface അതാ net charge enclosed by the surface എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ സർഫസിനുള്ളിൽ വരുന്ന നെറ്റ് ചാർജ് മതി നമുക്ക് ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറാണ് അപ്പോൾ ഇതിന് ഇൻഫിനിറ്റ് ലെങ്ത് ഉണ്ട് അല്ലേ ആ ചാർജ് മുഴുവൻ നമുക്ക് വേണ്ട നമുക്ക് ഏത് മാത്രം മതി ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് സർഫസിനുള്ളിൽ ഗോഷ്യൻ സർഫസ് സിലിണ്ടർ ആണ് ആ സിലിണ്ടറിനുള്ളിൽ വരുന്ന നെറ്റ് ചാർജ് മതി അല്ലേ അതിന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ ചാർജ് ഡെൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞേ ലാംഡ കൂളം പെർ മീറ്റർ യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് ഇരിപ്പുണ്ട് ലാംഡ നമ്പർ ഓഫ് ചാർജ് ഇരിപ്പുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടറിന് എത്രയാ ലെങ്ത് ഉള്ളത് എൽ അപ്പൊ ഗോഷ്യൻ സർഫസിനുള്ളിൽ വരുന്ന അതായത് എൽ ലെങ്തിൽ വരുന്ന ചാർജസ് എത്രയായിരിക്കും ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം വാല്യൂ ലാംഡ എൽ യൂണിറ്റ് ലെങ്തിലെ നമ്പർ ഓഫ് ചാർജസ് ലാംഡ അങ്ങനെയാണ് എൽ ലെങ്തിലെ നമ്പർ ഓഫ് ചാർജസ് എത്ര ലാംഡ എൽ അല്ലേ സോ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം E into 2 pi RL is equal to lambda L divided by epsilon 0 ഒരു എല്ലും ഒരു എല്ലും ക്യാൻസൽ ചെയ്യുന്നു then what is E is equal to 1 by 2 pi താഴെ കൊണ്ടുവരുന്നു so 1 by 2 pi epsilon 0 ലാംഡ മുകളിലുണ്ട് ലാംഡ ഡിവൈഡഡ് ബൈ r താഴെ വരുന്നു അല്ലേ 1 by 2 pi epsilon 0 lambda divided by r this is the electric intensity at any point which is at a distance r from an infinite charged conductor ഇതിനെ വീണ്ടും വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം E is equal to 1 by 4 pi epsilon 0 2 lambda divided by r 1 by 2 pi epsilon 0 lambda by r or we can write E is equal to 1 by 4 pi epsilon 0 2 lambda divided by r in vector form it can be written as E is equal to 1 by 4 pi epsilon 0 2 lambda by r into r cap. ഇതാണ് ഒരു ഇൻഫിനിറ്റ് ചാർജ്ഡ് കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റിലെ p എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ E is equal to 1 by 4 pi epsilon 0 2 lambda divided by r. ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ കഴിഞ്ഞു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഗാസസ് തിയറത്തിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കൺസിഡർ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഹാവിംഗ് എ ചാർജ് ഡെൻസിറ്റി സിഗ്മ കൂളം പെർ മീറ്റർ സ്ക്വയർ നമുക്ക് ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് it consists of positive charges having uniform charge distribution and having a charge density sigma coulomb per meter square. What is its meaning? നമ്മൾ ഇവിടെ ഇത് ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ് അതിന്റെ അർത്ഥം നമ്മൾ എവിടെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്താലും അവിടെ എത്ര നമ്പർ ഓഫ് ചാർജസ് ഉണ്ടായിരിക്കും സിഗ്മ നമ്പർ ഓഫ് ചാർജസ് ഉണ്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇൻഫിനിറ്റ് ഷീറ്റിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് P എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം we have to find the electric intensity at the point P which is at a distance r from this infinite sheet of charge അതിനു വേണ്ടി we have to consider a Gaussian surface
A closed Gaussian surface around P നോക്കിയേ, പിക്ക് ചുറ്റും നമ്മളൊരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫേസ് അസ്യൂം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിനു വേണ്ടി പിയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന ഗോഷ്യൻ സർഫേസ് വീണ്ടും എന്ത് തന്നെ, സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫേസ് ആണല്ലോ. സിലിണ്ടറിക്കൽ ഗോഷ്യൻ, ഒരു സിലിണ്ടറിന് എത്ര സർഫേസ് ഉണ്ട്? 3 സർഫേസ് അല്ലെ. 2 എൻഡ് സർഫേസും ഉണ്ട്, അതേപോലെ തന്നെ ഒരു കർവ്ഡ് സർഫേസും ഉണ്ട്. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഈ 3 സർഫേസിലും ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുക. ആ 3ന്റെയും കൂടെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? Q/ε0ക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഓരോ സർഫേസിനായിട്ട് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പോവാം. സോ അറ്റ് ഫസ്റ്റ് കൺസിഡർ ദിസ് ഏരിയ ds. ds എന്ന് പറഞ്ഞ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ ds എന്ന് പറഞ്ഞ ഏരിയയുടെ നോർമൽ എങ്ങനെ വരും? ds ന് വരയ്ക്കുന്ന നോർമൽ, അതായത് ഔട്ട്വേർഡ് ഏരിയയ്ക്ക് വരയ്ക്കുന്ന ഔട്ട്വേർഡ് നോർമൽ, ദാറ്റ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ds. ds ന്റെ ഡയറക്ഷൻ ആണ് ഈ വരച്ചേക്കുന്നത്. ഇനിയും ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ഇരുന്നാൽ അവിടുത്തെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നോക്കിയേ. ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്, ഇതിൽ നിറയെ പോസിറ്റീവ് ചാർജുകൾ ഇരിക്കുന്നു. ഇങ്ങനെ പോസിറ്റീവ് ചാർജുകൾ ഇരുന്നാൽ ഇതിലെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ പി എന്ന് പറഞ്ഞ പോയിന്റ് അസ്യൂം ചെയ്തേക്കുന്നത്. ഇവിടെയാണ് ആ പിക്ക് ചുറ്റും ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫേസ് നമ്മൾ അസ്യൂം ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ എൻഡ് സർഫേസ് ആണ് നമ്മൾ ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ, ഇവിടെയാണ് ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ കൺസിഡർ ചെയ്തേക്കുന്നത്. ആ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയക്ക്, ഇവിടെ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടെങ്കിൽ ആ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി വന്നേക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയയിൽ എന്തുണ്ട്? ഫ്ലക്സ് ഉണ്ട്. എൻഡ് സർഫേസിന്, ഇതാണ് എൻഡ് സർഫേസ്, ഈ എൻഡ് സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ഈ എൻഡ് സർഫേസിൽ ഫ്ലക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ എൻഡ് സർഫേസിലും ഫ്ലക്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ 2 എൻഡ് സർഫേസിലും ഫ്ലക്സ് ഉണ്ട്, ശരിയല്ലേ? നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അത് എത്രയാണെന്ന്. പക്ഷെ കർവ്ഡ് സർഫേസിൽ നോക്കിയേ, ഈ കർവ്ഡ് സർഫേസിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് പാരലൽ ആയിട്ട് കയറി വന്നേക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഈ കർവ്ഡ് സർഫേസിൽ എന്തില്ല? ഫ്ലക്സ് ഇല്ല. നോക്ക്, ഈ കർവ്ഡ് സർഫേസിൽ, ഇതാണ് കർവ്ഡ് സർഫേസ്, ഈ കർവ്ഡ് സർഫേസിന് പാരലൽ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി വന്നേക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ there is no electric flux around the curved surface അല്ലേ. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അവിടെ എൻഡ് സർഫേസിലെ ഫ്ലക്സ് കണ്ടുപിടിച്ച് നോക്കാൻ പോവാണ്. phi is equal to integral E dot ds. That is equal to integral, what is A dot B? AB cos theta അല്ലേ. E dot ds is E ds cos theta. That is equal to integral E ds cos, what is the angle between E and ds? അപ്പൊ നോക്കിയേ, ds ന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? വെളിയിലേക്ക്. E യുടെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെ? ഇവിടുന്ന് പുറത്തേക്ക് തന്നെയാണല്ലോ. This is the direction of E. ഇതാണ് ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ആയി കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. ഈ ഏരിയ ഡി എസ് എന്ന് പറഞ്ഞ ഈ ഏരിയക്ക് വരയ്ക്കുന്ന നോർമലും ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇതാണ് നോർമൽ അല്ലെ. അപ്പൊ ഈ നോർമലിന്റെ ഡയറക്ഷനും ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ. അപ്പൊ തീറ്റ എത്രയായിരിക്കും? തീറ്റ ഈസ് 0 cos 0. That is equal to integral E ds. എന്തുകൊണ്ടാണ് ഈ ds ആയത്? cos 0 is equal to 1 അല്ലേ. E into integral ds, that is equal to E into, നമ്മൾ ഇവിടെ ഈ വളരെ ചെറിയൊരു ഏരിയ ആണ് ds ആയിട്ട് എടുത്തേക്കുന്നത്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് എത്ര തന്നെ കിട്ടത്തുള്ളൂ? മുഴുവൻ ടോട്ടൽ സർഫസ്
സർഫസ് ഏരിയ കിട്ടത്തുള്ളൂ. ഈ ടോട്ടൽ സർഫസ് ഏരിയ, ഈ എൻഡ് സർഫസിന്റെ ടോട്ടൽ ഏരിയ ആകെ എത്രയേ ഉള്ളൂ? ds. അതുകൊണ്ട് ഇന്റഗ്രൽ ds എന്ത് തന്നെ വരും? ds അല്ലേ? അപ്പൊ നമുക്ക് എൻഡ് സർഫസിലെ ഫ്ലക്സ് കിട്ടി. എത്രയാ ഫ്ലക്സ് കിട്ടിയേക്കുന്നത്? ds. അതേപോലെ ഈ എൻഡ് സർഫസിലും എത്ര തന്നെ ആയിരിക്കും ഫ്ലക്സ്? ds ആയിരിക്കുമല്ലോ. അതേപോലെ തന്നെയല്ലേ ഇവിടെ വരുന്നത്. ഇവിടെ വരയ്ക്കുന്ന ഏരിയയുടെ ഡിറക്ഷൻ ഇങ്ങോട്ട് വരും, നോർമൽ ഇങ്ങോട്ട് വരും. dsന്റെ ഡിറക്ഷൻ ഇതാ, യുടെ ഡിറക്ഷൻ ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ തീറ്റ എത്ര തന്നെ? 0 അല്ലേ? അപ്പൊ ആ എൻഡില് ഫ്ലക്സ് ds, ഈ എൻഡ് സർഫസിലും ഫ്ലക്സ് എത്ര തന്നെ? ds. ഇനി വാട്ട് അബൌട്ട് ദി കർവ്ഡ് സർഫസ്? കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് എത്രയായിരിക്കും? നമ്മൾ കർവ്ഡ് സർഫസിൽ ഇത് ഇവിടെ, ഈ കർവ്ഡ് സർഫസ് ഞാൻ ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു വിചാരിക്കാം. ഇവിടെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ ഏരിയ ഇവിടെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു. ഈ ഏരിയക്ക് വരയ്ക്കുന്ന നോർമൽ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ പേനയുടെ ഡിറക്ഷൻ. ഇതാണ് ഏരിയക്ക് വരയ്ക്കുന്ന നോർമൽ അല്ലേ? പക്ഷെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡിറക്ഷൻ നോക്കിയാൽ അങ്ങോട്ടാണ്. അപ്പൊ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷനും ഈ ഏരിയക്ക് വരച്ച നോർമലിനും നോക്കിക്കോ, ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര വരും? ആംഗിൾ എത്ര വരും? 90 അല്ലേ? ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ അങ്ങോട്ട്, ഈ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഏരിയക്ക് വരച്ച നോർമൽ ഇങ്ങോട്ട്, ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. അങ്ങനെയാണ് E and ds are perpendicular to each other. So electric flux is 0. ഈ ഇക്വേഷൻ അത് നോക്കിയേ, cos 90 E ds cos 90 വരും. cos 90 എത്ര? 0. അപ്പൊ തീറ്റ 90 ആണെങ്കിൽ, അതായത് E and ds are perpendicular to each other ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എപ്പോഴും എത്ര ആയിരിക്കും? 0. At the curved surface phi is equal to 0. അതിന്റെ കാരണം എന്താ? Because E and ds are perpendicular to each other. മനസ്സിലായോ? അപ്പൊ രണ്ട് എൻഡ് സർഫസിൽ ഫ്ലക്സ് ഉണ്ട്, ബട്ട് അറ്റ് ദി കർവ്ഡ് സർഫസ് ദി ഫ്ലക്സ് ഈസ് 0. ഗോസസ് തിയറം പറയുന്നതാ phi is equal to integral E dot ds is equal to എന്താണെന്നാ പറയുന്നത്? q by epsilon 0 അല്ലേ? അപ്പൊ എൻഡ് സർഫസിലെ E dot ds ഫ്ലക്സ് എത്ര കിട്ടി? E ds പ്ലസ് ഈ എൻഡ് സർഫസിലെ ഫ്ലക്സ് എത്രയായിരുന്നു? E ds പ്ലസ് കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് എത്രയായിരുന്നു? 0 is equal to 1 by epsilon 0 into what is the net charge enclosed by the surface? ആ സർഫസിനുള്ളിലുള്ള നെറ്റ് ചാർജ് ആണ് നമുക്ക് വേണ്ടേ. ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് ഏതാ? സിലിണ്ടർ അല്ലേ? ആ സിലിണ്ടറിനുള്ളിൽ എത്ര നെറ്റ് ചാർജ് ഉണ്ടെന്ന് വേണം. ഇവിടെ നോക്കിയേ, ഇങ്ങോട്ട് നെറ്റ് ചാർജ് ഒരുപാടുണ്ട്, ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് ചാർജ് ഒരുപാടുണ്ട്. ഇൻഫിനിറ്റ് ഷീറ്റാ, അതിൽ ഒരുപാട് ചാർജുകൾ ഇരിപ്പുണ്ട്. നമുക്ക് അതെല്ലാം വേണ്ട, ഈ സിലിണ്ടറിനുള്ളിൽ വരുന്ന ചാർജ്. അപ്പൊ നോക്കിക്കോ, ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഈ ഷീറ്റിൽ മാത്രമേ ചാർജ് ഇരിപ്പുള്ളൂ, സിലിണ്ടറിനകത്ത് ചാർജ് ഒന്നും ഇരിപ്പില്ല, ഷീറ്റിലാണ് ചാർജ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടർ കടന്നു പോയേക്കുന്നത് ഇത്ര ഏരിയ നോക്കിയേ, കണ്ടില്ലേ? ഈ ഇത്ര ഏരിയ, ഈ ഇത്ര ഏരിയയിൽ മാത്രമല്ല ചാർജ് ഇരിപ്പുള്ളൂ, ശരിയല്ലേ? അപ്പോ ഈ ഏരിയ എത്രയായിരുന്നു? ds. അങ്ങനെയാണ് ഇവിടെ ഈ സിലിണ്ടർ കടന്നു പോയേക്കുന്ന ഇത്ര ഏരിയ എത്ര ആയിരിക്കും? ds ആയിരിക്കുമല്ലോ. ആ ds ഏരിയയിൽ മാത്രമേ ചാർജ് ഇരിപ്പുള്ളൂ സിലിണ്ടറിനുള്ളില്. നെറ്റ് ചാർജ് Q എന്ന് പറയുന്നത് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോഷ്യൻ സർഫസ്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സിലിണ്ടർ. സിലിണ്ടറിനുള്ളിലുള്ള നെറ്റ് ചാർജ്. സിലിണ്ടറിനുള്ളിൽ ഇവിടെ ഒന്നും ചാർജ് ഇരിപ്പില്ല, ഇത്രയും സ്ഥലത്ത് മാത്രമേ ഇത് പാസ് ചെയ്ത് പോയേക്കുന്ന ds ഏരിയയിൽ മാത്രമേ ചാർജ് ഇരിപ്പുള്ളൂ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയായിരുന്നു? സിഗ്മ കൂളം പെർ മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ചാർജ് ഇരിപ്പുണ്ട്? സിഗ്മ നമ്പർ ഓഫ് ചാർജസ് ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ds ഏരിയയിൽ എത്ര, ds മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ചാർജ് ഇരിപ്പുണ്ടായിരിക്കും? സിഗ്മ ഇൻറ്റു ds. ഒരു യൂണിറ്റ് ഏരിയയിൽ സിഗ്മ നമ്പർ ഓഫ് ചാർജസ് ആണെങ്കിൽ ds ഏരിയയിലെ നമ്പർ ഓഫ് ചാർജസ് എത്ര? സിഗ്മ ds. സിഗ്മ ds. സോ ഈ ds പ്ലസ് ഈ ds പ്ലസ് 0 എത്ര? 2e ds is equal to sigma ds by epsilon 0. ds cancel ചെയ്തു പോ. What is e? E is equal to sigma divided by 2 താഴെ വരുമല്ലോ, 2 epsilon 0.
electric intensity at any point into an infinite sheet of charge is equal to sigma divided by 2 epsilon 0, which does not depend on the distance from the sheet of charge. ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. is equal to എന്തായിരിക്കും? sigma divided by 2 epsilon 0. ഇനി ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.